ഒരു രാഷ്ട്രീയ വെല്ലുവിളി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF നേരിടാത്തിടത്തോളം അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ UDF? ഒന്ന്, UDF-നെ സംബന്ധിച്ച് അൻവറിന്റെ ചില നിലപാടുകൾ, അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രതികരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, തലവേദനയാകാവുന്നതാണ്. അനുകൂലമായ സാഹചര്യത്തിൽ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കുമോ ഇപ്പോൾ UDF നേതാക്കൾ ചിന്തിക്കുക? അഭിലാഷ്, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ട് ധാരകൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അദ്ദേഹം ഒരു ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ കഴിവുള്ള, അതിനുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം കോൺഗ്രസ്സുകാരനായാണ് തുടങ്ങിയത്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സിൽ അദ്ദേഹം ആര്യാടൻ മുഹമ്മദിൻ്റെ വിരുദ്ധ പക്ഷത്തായിരുന്നു. അദ്ദേഹം കരുണാകരനോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുണാകരൻ DIC ഉണ്ടാക്കിയപ്പോൾ DIC-യിലേക്ക് പോയി. പക്ഷേ കരുണാകരൻ DIC-യിൽ നിന്നും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് മടങ്ങിയില്ല. അദ്ദേഹം സ്വതന്ത്രനായി നിന്നു. 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. ഏറനാട് മണ്ഡലം നമുക്കറിയാം, LDF-ന് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റല്ല, മുസ്ലിം ലീഗിനും UDF-നും വലിയ ആധിപത്യമുള്ളൊരു സീറ്റാണ്. പക്ഷേ PV അൻവർ അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചു. CPI-യുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. CPI പിന്തുണ കൊടുത്തില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് ഏതാണ്ട് 47,000-ഓളം വോട്ട് നേടി. CPI സ്ഥാനാർത്ഥിയെ, LDF സ്ഥാനാർത്ഥിയെ വെറും 2,700 വോട്ടിലൊതുക്കി തൻ്റെ വോട്ട് ക്യാച്ചിങ് കപ്പാസിറ്റി LDF-നെ ബോധ്യപ്പെടുത്തി. ഭാവിയിൽ താൻ LDF-ൻ്റെ ഒരു അസറ്റാകും എന്ന് LDF-നെ മനസ്സിലാക്കാനുള്ള ഒരവസരമായി ഏറനാട് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചയാളാണ് ശ്രീ PV അൻവർ. അതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിച്ചു, സ്വന്തം ശക്തി തെളിയിച്ചു. ആ 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തൻ്റെ വോട്ട് ക്യാച്ചിങ് എബിലിറ്റീസ്, വോട്ടുകൾ ശേഖരിക്കാനുള്ള തൻ്റെ കഴിവ് തെളിയിച്ച ശേഷമാണ് അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാകുന്നത്, വിജയിക്കുന്നത്. അപ്പോൾ ഒരു ദീർഘകാല ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ബുദ്ധിയുള്ള, തന്ത്രജ്ഞതയുള്ള ഒരാളാണ് അൻവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സാഹചര്യങ്ങളോട്, സന്ദർഭങ്ങളോട് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ആരംഭിക്കുമ്പോൾ ഇത്തരം ഒരു പരിണിതിയിലേക്കായിരിക്കും എത്തുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കില്ല അദ്ദേഹം അത് തുടങ്ങിയത് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അറിയാവുന്നത്, എനിക്ക് വളരെ ഏറെക്കുറെ വ്യക്തമായി അറിയാവുന്നത്, അദ്ദേഹത്തെ ഈ നീക്കം തുടങ്ങാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പിണറായി സർക്കാരിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന ചില ആളുകൾ, ആ കഴിഞ്ഞ സർക്കാരിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഓഫീസിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ചില ആളുകൾ. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസും P ശശിയും ഈ ഓഫീസിൻ്റെയും ഭരണത്തിൻ്റെയും കൺട്രോൾ ഏറ്റെടുത്തോടുകൂടി അവരുടെ സ്വാധീനം കുറയുന്നു എന്ന് ബോധ്യമായ ചില ആളുകളാണ് അൻവർ, സമാന ദുഃഖം പേറിയ അൻവറിനെ ഇത്തരം ഒരു പോരാട്ടം തുടങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു പോരാട്ടം ആരംഭിക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസം അൻവറിനുണ്ടായിരുന്നു. അൻവർ വിചാരിച്ചത് താൻ LDF-നെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരാളാണ്, താൻ ഒരു നിലപാടെന്നാൽ അദ്ദേഹം മുഹമ്മദ് റിയാസിനെതിരെ ഒന്നും പറഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റിയാസിനെ തനിക്ക് സ്പർശിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യം പോലീസുകാർക്കെതിരെ പ്രതികരിച്ചു, അജിത് കുമാറിനെതിരെ സുജിത് ദാസിനെതിരെ പ്രതികരിച്ചു, അജിത് കുമാറിനെതിരെ പ്രതികരിച്ചു, പിന്നീട് P ശശിക്കെതിരെ പ്രതികരിച്ചു. ഇതൊക്കെ പ്രതികരിക്കുമ്പോഴും തന്നെ പിണറായി വിജയനും LDF-നും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അൻവറുണ്ടായിരുന്നത്. പക്ഷേ ഇവരൊക്കെ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കുവാൻ അൻവറിന് കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളുകൾക്ക് ഇതൊക്കെ കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ അൻവറിന് സമനില വിട്ടുപോയി. അൻവറിന് സ്വാഭാവികമായും കഴിയാതെ, അത് കഴിഞ്ഞുപോയ കാര്യമാണ്. ഇനി എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. അത്തരം ഒരു ചോദ്യം നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതിലാണ്. തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തതിന് അൻവർ കാണുന്ന പല കാരണങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, UDF-ൽ പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തിയായി പ്രവേശിച്ചാൽ തനിക്ക് LDF-ൽ പ്രവേശിച്ച പോലെ ഒരു MLA ആയി മാത്രമേ തുടരാൻ കഴിയുള്ളൂ.
ഒറ്റ അംഗമുള്ള നിയമസഭയിൽ ഒരംഗമുള്ള ഘടകകക്ഷിയാണെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗമായി, ആ ഘടകകക്ഷിയുടെ അംഗമായി UDF പ്രവേശിച്ചാൽ, UDF മന്ത്രിസഭ രൂപീകരിച്ചാൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിനെ പോലെ ഒരു സംസ്ഥാനത്തെങ്കിലും ഭരണമുള്ള, സാമ്പത്തിക സ്രോതസ്സുള്ള, അദ്ദേഹത്തിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയിൽ അദ്ദേഹം ചേരണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം DMKയെ സമീപിച്ചത്. അത്തരം സാമ്പത്തിക ശക്തിയുള്ള ഒരു പാർട്ടി തന്നെ പിന്തുണയ്ക്കാൻ. പക്ഷേ DMK അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള ഒരു സ്വീകരണം നൽകിയില്ല. സ്വാഭാവികമായി മറ്റൊരു പാർട്ടി തെരഞ്ഞെടുത്തു.